ഇല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ട ഉടനെ ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഇത് അന്വേഷിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി അന്വേഷിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഇന്നലെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച് പറഞ്ഞു, മണ്ഡലം ലെവൽ ഞങ്ങളുടെ പ്രോസസ്സും ഒരു രീതി എന്ന് പറഞ്ഞാൽ മണ്ഡലം ലെവലാണ് ഒരു ഒരു പാനൽ അയക്കുന്നത്. ആ മണ്ഡലത്തിൽ നിന്ന് വന്ന പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, തൃശ്ശൂർ പറഞ്ഞു, എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ ഇല്ല അതല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു പുള്ളി ഇന്നലെ നമ്മൾ ബി ജെ പിൻ്റെ ടിക്കറ്റ് കിട്ടാത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതാണ്, പുള്ളി ഉദ്ധവ് ഠാക്കറേൻ്റെ ശിവസേനൻ്റെ ഒരു ഭാഗമായി എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഇതൊരു വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദുഃഖമുണ്ട്. ഇതിൻ്റെ അന്വേഷണം ഞാൻ നടത്തും എന്ന് ഇന്നലെ പറഞ്ഞു, ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ കാര്യങ്ങൾ വേണ്ടത് ചെയ്യും. അതൊന്ന് ഒരു മിനിറ്റ്. പക്ഷേ ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യേണ്ട ഒരു രീതി ഞാൻ കാണുന്നത് കോൺഗ്രസും സി പി എമ്മെന്നും, ഇത് ഞങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ പറയുന്ന വികസന സന്ദേശവും വികസിത കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു അവസരമായിട്ട് കാണുന്നു. ഞാൻ ഇന്ന് രാവിലെ എന്നോട് തൃശ്ശൂർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പറയുന്നത് ആരാണ്? ഇതിന് ഈ എന്താ മുതലക്കണ്ണീര് പോലെ ശിവൻകുട്ടിജിയും പിന്നെ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അവർ അല്ലേ പിന്നെ നമ്മുടെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ മറന്നോ? കോൺഗ്രസിൻ്റെ വയനാടിലെ ജില്ലാ ട്രഷററിൻ്റെ ആത്മഹത്യ മറന്നോ? ഇതിനെല്ലാം പൊളിറ്റിക്കൽ തന്ത്രമായിട്ട് ഉപയോഗിക്കരുത്. ഒരു ദുഃഖമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. ഞങ്ങളുടെ ഭാഗത്തിന് സംഘടനാപരമായ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. തുടങ്ങി ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. പക്ഷേ ഇതിനൊരു വൾച്ചർ പോളിറ്റിക്സ് ആയിട്ട് ഒരു അവസരം നോക്കുന്നത് ഞാനത് ഗുണമായിട്ട് കാണുന്നില്ല. പിന്നെ എന്നെക്കുറിച്ച് പറയാനോ ഞങ്ങളുടെ പാർട്ടിനെ കുറിച്ച് പറയാനോ നിങ്ങൾ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ചെയ്യേണ്ട ആൾക്കാരെല്ലാം ചെയ്യാം. പക്ഷെ പാർട്ടീൻ്റെ ഒരു മെസ്സേജും പാർട്ടീൻ്റെ ഒരു ലക്ഷ്യം വികസിത കേരളമാണ്, വികസിത ഷൊർണൂരാണ്, വികസിത തൃശ്ശൂരാണ്. ഇവർ 10-20 കൊല്ലമായിട്ട് ജനങ്ങളുടെ അവസരം കൊടുക്കുമ്പോൾ സി പി എമ്മും കോൺഗ്രസ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവരെ ഏത് തന്ത്രമാണോ ഏത് രീതിയാണെങ്കിലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് പരാജയമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു. ഓക്കെ, അങ്ങ് ഇപ്പോൾ ഇന്നലെ പറഞ്ഞു അന്വേഷണം പ്രഖ്യാപിച്ചു, അതോടൊപ്പം ജില്ലാ പ്രസിഡന്റായിട്ട് സംസാരിച്ചു. ആ സമയത്താണ് ഇപ്പൊ ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് ഡി ഗോപാലകൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മാനസിക വിഭ്രാന്തി മൂലം ആത്മഹത്യ ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിലേക്ക് ഇങ്ങനെ ആത്മഹത്യ, അത്തരത്തിലൊരു അധിക്ഷേപമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത്. നോക്കുക, അതൊന്നും ഗോപാലകൃഷ്ണൻജി എന്ത് പറഞ്ഞു, എന്ത് കോൺടെക്സ്റ്റിൽ പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പാർട്ടീൻ്റെ നിലപാട് എന്താണെന്ന് ഇന്നലെ കൃത്യമായി പറഞ്ഞു. ഞങ്ങൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ 100%, കാരണം ഇത് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ്, ഒരു നേതാവിൻ്റെ പാർട്ടിയൊന്നുമല്ല. ഈ ബി ജെ പി സി പി എം പോലെ കോൺഗ്രസ് പോലെ ഒരു ഡൈനസ്റ്റിയോ ഒരു കുടുംബമോ ഒരു വലിയ ലീഡറിൻ്റെ പാർട്ടിയല്ല. ഞങ്ങൾ പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞങ്ങൾ പ്രവർത്തകരുടെ സന്തോഷവും ദുഃഖവും എല്ലാം ഞങ്ങൾക്ക് വലിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ആവുമ്പോൾ, ഇങ്ങനെ ഒരു ആത്മഹത്യനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തിന് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ 100% ഞാൻ ഉറപ്പ് തരുന്നു, നടപടി എടുക്കും, അത് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല, വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ന് വരെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ. പേരല്ല വിഷയം, പുള്ളി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബി ജെ പിയുടെ മണ്ഡലം ഭാരവാഹികൾ അടക്കം വലിയ രീതിയിലുള്ള ഭീഷണി RSSന്റെയും അല്ല, അതിൻ്റെ അന്വേഷണം നടക്കാം. അത് അന്വേഷിക്കും എന്ന് ഞാൻ ഇന്ന് രാവിലെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റിനോട്. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പരിഹരിക്കും. അതിനുവേണ്ടി നിലപാട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. അതിന് ഉറപ്പാണ്, ഞാൻ 100% പറഞ്ഞു. 2 മാസത്തിനിടയിൽ രണ്ടാമത്തെ ആളാണ് മരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ ശാലിനി എന്ന് പറഞ്ഞ മഹിളാ നേതാവും ആത്മഹത്യക്ക് ശ്രമിച്ചു. അദ്ദേഹവും ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ നേതൃത്വത്തിനെതിരെയുള്ള ഈ നറേറ്റീവ് നോക്കൂ. ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന, ഏതാ ചാനല്
ഓക്കെ, നിങ്ങൾ ശ്രമിച്ചോളൂ, ഈ നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചോളൂ. പക്ഷേ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങളുടെ ഈ തന്ത്രം നടക്കില്ല എന്ന് ഞാൻ എനിക്ക് പറയാൻ അവകാശമില്ലേ? നിങ്ങൾക്ക് മാത്രമേ അവകാശം. ഞാൻ പറയട്ടെ, അത് റെക്കോർഡ് ചെയ്യൂ, അത് പറയൂ. ഞാൻ പറയുന്നത് ഇത് ഒരു ദുഃഖമുള്ള ഒരു ഇഷ്യൂ ആണ്, വിഷമമുണ്ട്. കൈരളി ചാനലോ CPM ഇതിന് പൊളിറ്റിക്കൽ അവസരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, നോ ഇഷ്യൂ, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ കഴിയട്ടെ, ഞാൻ പറഞ്ഞത് ഫിനിഷ് ചെയ്യട്ടെന്ന്. കൈരളിയും CPM-ന് ഒരു അജണ്ട ഉണ്ടെങ്കിൽ നിങ്ങളുടെ അജണ്ട ആയിട്ട് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്കൊരു അവകാശമുണ്ട്. പക്ഷേ BJP നിങ്ങളുടെ തന്ത്രം ശ്രദ്ധ തിരിക്കാൻ ഈ സ്ട്രാറ്റജി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പിന്നെ പറയാം. ശ്രദ്ധ തിരിക്കാനാണ് അത് 100%.